നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, ജീവിതത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം കർത്താവിനെ ആശ്രയിക്കണം. ആദ്യം അത് ദൈവത്തോട് പറയണം. ദൈവത്തിൻ്റെ മുന്നിൽ വേണം ആദ്യം നമ്മുടെ പ്രതിസന്ധികളെ സമർപ്പിക്കാനായിട്ട്. അതിനുശേഷം മതി നമ്മുടെ കുടുംബം പോലും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം, ഈ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട് സ്വന്തം കുടുംബത്താൽ തിരസ്കരിക്കപ്പെടുന്നത്. സ്വന്തം മാതാപിതാക്കളാൽ, സ്വന്തം സഹോദരങ്ങളാൽ, സ്വന്തം മക്കളാൽ എത്രയോ ആൾക്കാർ തിരസ്കരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കർത്താവാണ്. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ കുടുംബങ്ങൾ. കാരണം നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കഷ്ടതകൾ വരുമ്പോൾ ആദ്യം കർത്താവിനെ ആശ്രയിക്കുക. 120 സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുലിഖിതം വചനം പറയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. വലിയ കഷ്ടതകളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമുണ്ട്, ആദ്യം മനുഷ്യരെ ആശ്രയിക്കുന്നവരുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴും ദൈവം മനുഷ്യരിലൂടെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. നമ്മുടെ കഷ്ടതകൾ ആദ്യം കേൾക്കുന്നത് കർത്താവാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടുന്നത് ഏതെങ്കിലും വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ, ദൈവം അനുവദിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് കിട്ടുന്നത് ആശ്വാസമല്ല, ഉത്തരമാണ്, ഒരു സൊല്യൂഷനാണ്. ഈ കഷ്ടതയുടെ കാരണങ്ങൾ എന്താണ്? ഈ കഷ്ടതകളെ എങ്ങനെയാണ് മറികടക്കാനായിട്ട് പറ്റുക? ഈ കഷ്ടത എവിടുന്ന് വന്നു? ഈ കഷ്ടതയ്ക്ക് ഒരു പരിഹാരം എന്താണ്? ഇതൊക്കെയാണ് ദൈവം ഉത്തരം തരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. കഷ്ടതകളിൽ നമ്മളായിട്ട് പോയിട്ട് കണ്ടെത്തുന്ന മനുഷ്യർ നമുക്ക് തരുന്ന വെറും ആശ്വാസവാക്കുകളായിരിക്കില്ല അത്, വെറും ഒരു ഉപദേശങ്ങളായിരിക്കില്ല അത്. നമ്മൾ കണ്ടെത്തുന്ന ഒരു മനുഷ്യരും നമ്മളെ കൈവിട്ട് സഹായിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ആ സഹായത്തിന് ഒരു പരിധി ഉണ്ടാവും. പക്ഷേ നമ്മൾ കഷ്ടതകളിൽ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ കർത്താവ് തുറക്കുന്ന ചില കവാടങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ, അത് വ്യത്യസ്തമായിരിക്കും. അത് വളരെ പവർഫുൾ ആയിരിക്കും. ശരിക്കും നമുക്ക് ഉത്തരമാണല്ലോ വേണ്ടത്. നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ, അതിനൊക്കെ നമുക്കൊരു ഉത്തരം കിട്ടണം. ആ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സഹായം കൊണ്ടും ശക്തി കൊണ്ടും പലതിനെയും നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. പലതും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. വലിയ കഷ്ടതകളിലൂടെയും ദുരിതങ്ങളിലൂടെയും വലിയ പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയൊക്കെ പോകുന്ന മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ഈ ഒരു ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ സമയം തന്നെ നിങ്ങളുടെ കഷ്ടതകളെ നിങ്ങളുടെ ജീവിതത്തോടൊപ്പം കർത്താവിലേക്ക് സമർപ്പിക്കുക. ഈ കഷ്ടതകളിൽ സഹായിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.